വിക്രമാദിത്യ കഥകളുടെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വിക്രമാദിത്യൻ പിന്നെയും ചെന്ന് വേതാളത്തെ പിടിച്ചു കൊണ്ടുവന്നു. വേതാളം മറ്റൊരു കഥ പറയാനും തുടങ്ങി. പണ്ട് ഉജ്ജയിനിയുടെ വടക്ക് വശത്ത് ഒരു ദേവീ ക്ഷേത്രമുണ്ടായിരുന്നു. ഒരിക്കൽ ആ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന കാലത്ത് അതിസുന്ദരിയായ ഒരു യുവതി ഉത്സവം കാണാൻ എത്തിച്ചേർന്നു. ലക്ഷക്കണക്കിൽ ആളുകൾ ഉണ്ടായിരുന്നിട്ടും ആ തരുണിയുടെ സൗന്ദര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അമിത്രകേതു എന്ന സുഭകനായ ഒരു യുവാവ് അവളെ കണ്ട് മോഹിച്ചു. അയാൾ ദേവിയോട് പ്രാർത്ഥിച്ചു, ഇവളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഇവളുടെ അച്ഛനമ്മമാർ സമ്മതിച്ചാൽ ഞാൻ എൻ്റെ തലയറുത്ത് ദേവിയുടെ തൃക്കാൽക്കൽ വെച്ചുകൊള്ളാം. ഉത്സവത്തിന് ശേഷം അമിത്രകേതു ആ പെൺകുട്ടിയെ പിന്തുടർന്ന് ചെന്ന് അവളുടെ വീട്ടിലെത്തി. അവളുടെ അച്ഛനമ്മമാരോട് അവളെ വിവാഹം കഴിച്ചു തരാൻ അപേക്ഷിച്ചു. അവർ സമ്മതിച്ചു. താമസിയാതെ നല്ലൊരു മുഹൂർത്തത്തിൽ വിവാഹവും നടന്നു. അമിത്രകേതു അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അടുത്ത ദിവസം നാട്ടുനടപ്പനുസരിച്ച് അവളുടെ ജ്യേഷ്ഠൻ നവദമ്പതിമാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. പോകും വഴിക്ക് ദേവീക്ഷേത്രം കണ്ടപ്പോൾ അമിത്രകേതുവിന് തൻ്റെ നേർച്ച ഓർമ്മ വന്നു. അയാൾ ഭാര്യയെയും അവളുടെ ജ്യേഷ്ഠനെയും പുറത്തു നിർത്തി അമ്പലത്തിനുള്ളിലേക്ക് പോയി. വളരെ നേരം കഴിഞ്ഞിട്ടും അയാൾ പുറത്തു വരാതിരുന്നപ്പോൾ അവളുടെ ജ്യേഷ്ഠൻ അകത്ത് ചെന്ന് നോക്കി. അനുജത്തിയുടെ ഭർത്താവ് തലവെട്ടി മരിച്ചു കിടക്കുന്നത് കണ്ട് ദുഃഖം സഹിക്കാതെ അയാളും തൻ്റെ തല മുറിച്ചു കളഞ്ഞു. കുറെ നേരം കഴിഞ്ഞപ്പോൾ യുവതി അകത്ത് കടന്നു നോക്കി. ജ്യേഷ്ഠന്റെയും ഭർത്താവിൻ്റെയും തലയേറ്റ ദേഹങ്ങൾ കണ്ട് അവൾ ജീവിച്ചിരിക്കാനുള്ള കൊതി നശിച്ച് വാളെടുത്ത് സ്വന്തം കഴുത്ത് വെട്ടാൻ ഭാവിച്ചു. അപ്പോൾ ഭദ്രകാളി അവളുടെ കൈ പിടിച്ച് തടഞ്ഞ് അനുഗ്രഹിച്ചു. ഞാനിവരെ ജീവിപ്പിച്ചു തരാം, ഇവരുടെ തലകൾ ദേഹങ്ങളോട് ചേർത്ത് വയ്ക്കൂ. യുവതി അങ്ങനെ ചെയ്തു. എന്നാൽ പരിഭ്രമത്തിനിടയിൽ ഭർത്താവിൻ്റെ തലയും ജ്യേഷ്ഠന്റെ ദേഹവും അതുപോലെ ജ്യേഷ്ഠന്റെ തലയും ഭർത്താവിൻ്റെ ദേഹവും തമ്മിലാണ് കൂട്ടിവെച്ചത്. ദേവി അവരെ ആ നിലയിൽ തന്നെ ജീവിപ്പിക്കുകയും ചെയ്തു. മഹാരാജാവേ, അവൾ ആരെയാണ് ഭർത്താവായി സ്വീകരിക്കേണ്ടത്? പറയൂ. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, ഭർത്താവിൻ്റെ തലയുള്ള ആളായിരിക്കണം അവളുടെ ഭർത്താവ്. 8 ചാണുള്ള തലയാണല്ലോ ദേഹത്തിലെ ഉത്തമാംഗം. ഉടൻ വേതാളം ഓടിപ്പോയി മുരിക്കിന്മേൽ വീണ്ടും തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി. അനങ്കദേശത്ത് രൂപസേനൻ എന്ന രാജാവിൻ്റെ മകനായി കൃശാനു എന്നൊരു കുമാരൻ ഉണ്ടായിരുന്നു. കുമാരൻ ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ഒരാൺ തത്തയെ വളർത്തിയിരുന്നു. ഒരു ദിവസം കുമാരൻ തത്തയോട് ചോദിച്ചു, പദവി കൊണ്ടും സൗന്ദര്യം കൊണ്ടും എനിക്ക് യോജിച്ച പെൺകുട്ടി എവിടെയാണുള്ളത്? തത്ത പറഞ്ഞു, മഗധ രാജാവിൻ്റെ മകൾ ചന്ദ്രവതി എല്ലാം കൊണ്ടും അങ്ങേക്ക് ചേർന്നവളാണ്. അങ്ങ് താമസിയാതെ അവളെ വിവാഹം കഴിക്കും. അത് കേട്ട് കുമാരൻ കൊട്ടാരൻ ജ്യോത്സ്യനെ വരുത്തി. ആരെയാണ് ഞാൻ വിവാഹം കഴിക്കുക എന്ന് ചോദിച്ചു. ജ്യോത്സ്യനും പറഞ്ഞു, ചന്ദ്രവതി എന്നൊരു പെൺകുട്ടിയെ അങ്ങ് ഏറെ വൈകാതെ വിവാഹം കഴിക്കും. രാജാവ് ഇതറിഞ്ഞ് വിവാഹാലോചനയുമായി ഒരു ബ്രാഹ്മണനെ മഗധയിലേക്ക് അയച്ചു. ചന്ദ്രവതി കുമാരിക്ക് മദനമഞ്ജരി എന്നൊരു പെൺതത്തയുണ്ടായിരുന്നു. അവൾ തത്തയോട് ചോദിച്ചു, എനിക്ക് ചേർന്ന വരനെവിടെയുണ്ട്? തത്ത മറുപടി പറഞ്ഞു, അനങ്കരാജകുമാരൻ കൃശാനുവാണ് ഭവതിയെ വിവാഹം കഴിക്കുക. കുറച്ചു ദിവസം കഴിഞ്ഞ് രൂപസേനന്റെ ദൂതനായ ബ്രാഹ്മണൻ മഗധയിലെത്തി വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. മഗധ രാജാവിന് സന്തോഷമായി. അദ്ദേഹം മകളുടെ ഭാവി വരനുള്ള സമ്മാനങ്ങളുമായി ഒരു ദൂതനെ ബ്രാഹ്മണന്റെ കൂടെ അയച്ചു. താമസിയാതെ നല്ല മുഹൂർത്തം നോക്കി കൃശാനുവും ചന്ദ്രവതിയും തമ്മിലുള്ള വിവാഹം നടന്നു. ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രവതി തന്റെ പെൺതത്തയെയും ഒപ്പം കൊണ്ടുപോയി. രാജകുമാരന്റെ അഭിപ്രായമനുസരിച്ച് 2 തത്തകളെയും ഒരു കൂട്ടിലാക്കി. അപ്പോൾ ആൺതത്ത തനിക്ക് പെൺതത്തയെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് അവളെ അറിയിച്ചു. എന്നാൽ പെൺതത്ത സമ്മതിച്ചില്ല. ആണുങ്ങൾ പാപികളും അധാർമികന്മാരും ചതിയന്മാരും ഭാര്യയെ കൊല്ലാൻ മടിക്കാത്തവരുമാണ്. എനിക്ക് വിവാഹം വേണ്ട. ആൺതത്ത തിരിച്ചടിച്ചു, അങ്ങനെയല്ല, സ്ത്രീകൾക്കാണ് ചതിയും ആത്മാർത്ഥതയില്ലായ്മയും ദുരയും ശണ്ടയും കൊലപാതകത്തിൽ വാസനയുമുള്ളത്. തത്തകളുടെ വഴക്ക് കേട്ട് രാജകുമാരൻ കാരണം ചോദിച്ചു. അപ്പോൾ പെൺതത്ത ആവേശത്തോടെ പറഞ്ഞു, ആണുങ്ങളെല്ലാം ചതിയന്മാരാണ്. കേൾക്കൂ. പണ്ട് ഇളാപുരിയിൽ മഹാധനൻ എന്നൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല.
കുറെ വ്രതങ്ങൾ അനുഷ്ഠിച്ച ശേഷം അദ്ദേഹത്തിന് സഖരൻ എന്നൊരുണ്ണി ജനിച്ചു. എന്നാൽ അവൻ വളരെ ദുസ്വഭാവിയായിട്ടാണ് വളർന്നു വന്നത്. ശരിക്കും പഠിപ്പുണ്ടായിട്ടില്ല, ആര് പറഞ്ഞാലും കേൾക്കുകയുമില്ല. അച്ഛൻ സമ്പാദിച്ച പണം മുഴുവൻ അവൻ വാരിക്കോരി ചിലവഴിച്ചു. സഹികെട്ട അച്ഛനമ്മമാർ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ അലഞ്ഞു തിരിഞ്ഞ് ഹേമഗുപ്തൻ എന്നൊരു കച്ചവടക്കാരൻ്റെ വീട്ടിലെത്തി. നാടും വീടും അച്ഛൻ്റെ പേരും അറിയിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് താൻ കച്ചവടത്തിന് കപ്പലിൽ പോയതായിരുന്നുവെന്നും മടങ്ങി വരുമ്പോൾ കപ്പൽ മുങ്ങി പണം മുഴുവൻ നശിച്ചുവെന്നും ഒരു പലകപ്പുറത്ത് കയറി തുഴഞ്ഞ് താൻ എങ്ങനെയോ കരയിലെത്തിയതാണെന്ന് ഒരു കള്ളക്കഥയും കെട്ടിച്ചമച്ച് പറഞ്ഞു. ഹേമഗുപ്തന് ദയ തോന്നി. തന്നെ വ്യാപാര കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് താമസിച്ചു കൊള്ളാൻ അദ്ദേഹം സഖരന് സമ്മതം കൊടുത്തു. കുറച്ചു ദിവസത്തിനുള്ളിൽ സഖരൻ ഹേമഗുപ്തനും കുടുംബത്തിനും വളരെ ഇഷ്ടപ്പെട്ടവനായി തീർന്നു. ഹേമഗുപ്തന് രത്നാവതി എന്നൊരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. അദ്ദേഹവും പത്നിയും കൂടി ആലോചിച്ച് അവളെ സഖരന് വിവാഹം കഴിച്ചു കൊടുത്തു. കുറച്ചു ദിവസം സന്തോഷമായി കഴിഞ്ഞ ശേഷം സഖരൻ രത്നാവതിയോട് പറഞ്ഞു, എനിക്ക് നാട്ടിൽ പോയി അച്ഛനമ്മമാരെ കാണണമെന്നുണ്ട്. നീയും കൂടി എന്നോടൊപ്പം വരുന്നത് സന്തോഷമാണ്. രത്നാവതി അച്ഛനമ്മമാരോട് ചോദിച്ച് പോകാൻ സമ്മതം വാങ്ങി. കഴിയുന്നത്ര വേഗത്തിൽ തിരിച്ചു വരണമെന്നും വീണ്ടും വീണ്ടും പറഞ്ഞ് ഹേമഗുപ്തൻ അവരെ യാത്രയാക്കി. ദൂരയാത്ര ആയതുകൊണ്ട് വഴിക്ക് കള്ളന്മാരുടെ ശല്യം ഉണ്ടായേക്കാമല്ലോ, അതുകൊണ്ട് ആവശ്യത്തിനുള്ള പണം മാത്രം കയ്യിൽ കൊണ്ടുപോയാൽ മതിയെന്ന് ഹേമഗുപ്തൻ ഉപദേശിച്ചു. എന്നാൽ അമ്മ മകളെ അടിമുടി പൊന്നിൽ കുളിപ്പിച്ചിട്ടാണ് യാത്ര അയച്ചത്. സഹായത്തിന് ഒരു ദാസിയെയും കൂടെ അയച്ചു കൊടുത്തു. പോകുന്ന വഴിക്ക് ഒരു കുറ്റിക്കാട്ടിലെത്തിയപ്പോൾ സഖരൻ രത്നാവതിയോട് പറഞ്ഞു, ഇവിടെ കൊള്ളക്കാരുടെ സ്ഥലമാണ്. ആഭരണങ്ങൾ അഴിച്ച് എൻ്റെ കയ്യിൽ തരൂ. വീട്ടിലെത്തുവോളം ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. രത്നാവതി ആഭരണങ്ങൾ മുഴുവൻ അഴിച്ച് ഭർത്താവിനെ ഏൽപ്പിച്ചു. ഉടൻ അവൻ ദാസിയെ കഴുത്തു ഞെരിച്ചു കൊന്ന് ഒരു കിണറ്റിലെറിഞ്ഞു. പത്നിയെയും അതേ കിണറ്റിൽ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടി ചീത്ത സ്വഭാവക്കാരികളായ പെണ്ണുങ്ങൾ താമസിക്കുന്ന തെരുവിലേക്ക് പോയി. ആ സമയത്ത് ഒരു വഴിപോക്കൻ അതിലേ വന്നു. കിണറ്റിനുള്ളിൽ നിന്ന് നിലവിളി കേട്ട് അയാൾ രത്നാവതിയെ കരയ്ക്ക് കയറ്റി കാര്യമന്വേഷിച്ചു. രത്നാവതി ഇങ്ങനെയാണ് പറഞ്ഞത്, ഹേമഗുപ്തൻ്റെ മകളാണ് ഞാൻ. എൻ്റെ ഭർത്താവും ഞാനും കൂടി ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ കൊള്ളക്കാർ വന്ന് ആക്രമിച്ചു. ദാസിയെ കൊന്ന് ആഭരണങ്ങൾ തട്ടിപ്പറിച്ച് എന്നെ കിണറ്റിൽ തള്ളിയിട്ടു. എൻ്റെ ഭർത്താവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. വഴിപോക്കന് ദയ തോന്നി. അയാൾ അവളെ അച്ഛൻ്റെ വീട്ടിലെത്തിച്ചു. അച്ഛനമ്മമാരോടും അവൾ ഇതേ കഥ തന്നെയാണ് പറഞ്ഞത്. ഭർത്താവിനെ കൊള്ളക്കാർ വിട്ടയക്കുമെന്നും അയാൾ ഉടൻ തിരിച്ചെത്തുമെന്നും പറഞ്ഞ് അച്ഛനമ്മമാർ അവളെ സമാധാനിപ്പിച്ചു. സഖരൻ പത്നിയുടെ സ്വർണ്ണാഭരണങ്ങളും കൊണ്ട് ഒരു ചീത്ത സ്ത്രീയുടെ വീട്ടിൽ താമസം തുടങ്ങി. അവൾ അവൻ്റെ കയ്യിലുള്ള ആഭരണങ്ങൾ മുഴുവൻ സൂത്രത്തിൽ കൈക്കലാക്കി അവനെ പുറത്താക്കി. സഖരൻ പട്ടിണി കിടഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഭാര്യയുടെ വീട്ടിലെത്തി. അവൾ ഒപ്പമില്ലാത്തതിന് കാരണമായി ഒരു കള്ളക്കഥയും അവൻ ആലോചിച്ചുണ്ടാക്കി. എന്നാൽ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ അവൻ ആദ്യം കണ്ടത് രത്നാവതിയെ തന്നെയായിരുന്നു. പതിവ്രതയും ഗുണവതിയുമായ രത്നാവതിക്ക് ഭർത്താവിനെ കണ്ടപ്പോൾ സന്തോഷമായി. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് താൻ വഴിപോക്കനോടും അച്ഛനമ്മമാരോടും പറഞ്ഞ കഥ അവനെ അറിയിച്ച് അവനും അതുതന്നെ പറഞ്ഞാൽ മതിയെന്നുപദേശിച്ചു. വീണ്ടും സഖരനും രത്നാവതിയും അവിടെ സുഖമായി താമസം തുടങ്ങി. ഹേമഗുപ്തൻ മകൾക്ക് നഷ്ടപ്പെട്ട ആഭരണങ്ങൾക്ക് പകരം അതിലിരട്ടി ആഭരണങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. ഒരു ദിവസം രാത്രി രത്നാവതി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സഖരൻ ഒരു കത്തിയെടുത്ത് അവളെ കുത്തിക്കൊന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്ത് ആരും അറിയാതെ പുറത്തിറങ്ങിപ്പോയി. ഈ കഥ കേട്ടില്ലേ? ഇക്കാരണം കൊണ്ടാണ് എനിക്ക് പുരുഷന്മാരെ വിശ്വാസമില്ലാത്തത്. അത് കേട്ട് രാജകുമാരൻ ആൺതത്തയോട് ചോദിച്ചു, ഇതിൽ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ആൺതത്ത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കുമുണ്ടൊരു കഥ പറയാൻ. ഭീമപുരത്ത് ധർമ്മപാലൻ എന്നൊരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അയൽനാടായ രാജഗിരിയിലെ ഒരു കച്ചവടക്കാരൻ്റെ മകൾ മനോരഞ്ജിനി ആയിരുന്നു അയാളുടെ ഭാര്യ. അവർ തമ്മിൽ 20 വയസ്സ് വ്യത്യാസമുണ്ടായിരുന്നു. ധർമ്മപാലന് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നാട് വിട്ടു പോകേണ്ടി വരുമ്പോഴെല്ലാം
ഭാര്യ അച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസം. ഒരിക്കൽ ധർമ്മപാലൻ പല ദേശങ്ങളിലും യാത്ര ചെയ്ത് 6 മാസക്കാലത്തേക്ക് വീട്ടിൽ വന്നതേ ഇല്ല. അക്കാലത്ത് മനോരഞ്ജിനിക്ക് അയൽക്കാരനായ ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നി. അവൾ തൻ്റെ വിശ്വസ്ത ദാസിയെ അയച്ച് ചെറുപ്പക്കാരനെ ദാസിയുടെ വീട്ടിൽ വരാൻ പറഞ്ഞയച്ചു. അതനുസരിച്ച് യുവാവ് ദാസിയുടെ വീട്ടിലെത്തി. തൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മനോരഞ്ജിനി ദാസിയുടെ വീട്ടിലേക്ക് പോയി. നേരം പുലരാറാകുവോളം യുവാവും മനോരഞ്ജിനിയും ഒന്നിച്ചു സമയം കഴിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ധർമ്മപാലൻ മടങ്ങിയെത്തി. അയാൾ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവളുടെ വീട്ടിൽ ചെന്നു. കാമുകനെ പിരിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോകണമല്ലോ എന്നോർത്തപ്പോൾ അവൾ വ്യസനിച്ചു. രാത്രിയിൽ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അമ്മ ഉപദേശിച്ചപ്പോൾ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ മുറിയിൽ കടന്നു. ഭർത്താവ് കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും തൊട്ടു നോക്കുക പോലും ചെയ്യാതെ അവൾ കിടക്കമേൽ തിരിഞ്ഞു കിടക്കുകയാണ് ചെയ്തത്. ഭർത്താവ് വളരെയേറെ താലോലിച്ചിട്ടും അവൾ പിണക്കം ഭാവിച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഭർത്താവ് ഉറങ്ങിയെന്ന് കണ്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് കാമുകന്റെ വീട്ടിലേക്ക് നടന്നു. വഴിക്ക് ഒരു കള്ളൻ അവളെ കണ്ടെത്തി. ചെറുപ്പം മുറ്റി നിൽക്കുന്ന ഈ സുന്ദരി പാതിരാ നേരത്ത് ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകുന്നു എന്നാലോചിച്ച് അവൻ അവളെ പിന്തുടർന്ന് ചെന്ന് ഒളിച്ചിരുന്ന് എല്ലാം നോക്കിക്കണ്ടു. യുവതിയുടെ കാമുകനാകട്ടെ വീട്ടിനകത്ത് പാമ്പുകടിയേറ്റ് മരിച്ചു കിടക്കുകയായിരുന്നു. അയാൾ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി അവൾ കുറെ വിളിച്ചു നോക്കി. ഫലമുണ്ടായില്ല. അരയാൽ കുമ്പത്തിരിക്കുന്ന ഒരു ഭൂതവും കള്ളൻ കണ്ടതുപോലെ സുന്ദരിയായ യുവതിയെ കണ്ട് പിന്നാലെ ചെന്നിരുന്നു. അവൻ അവളെ പിടികൂടി. അവൾ പിടഞ്ഞു കരഞ്ഞു. ആ ബഹളത്തിനിടയിൽ ഭൂതം അവളുടെ മൂക്ക് കടിച്ചെടുത്ത് ഇരുട്ടിൽ മറഞ്ഞുപോയി. മനോരഞ്ജിനി മുഖത്തു മുഴുവൻ ചോരയൊഴുക്കിക്കൊണ്ട് ദാസിയുടെ വീട്ടിലെത്തി വിവരമെല്ലാം അറിയിച്ചു. ദാസി ഉപദേശിച്ചു, ഭവതി ഉടൻ തന്നെ വീട്ടിൽ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് ഉറക്കെ നിലവിളിക്കണം. നിലവിളി കേട്ട് വരുന്നവരോടൊക്കെ ഭർത്താവ് ഭവതിയുടെ മൂക്ക് കടിച്ചെടുത്തുവെന്ന് പറഞ്ഞാൽ മതി. മനോരഞ്ജിനി ദാസി ഉപദേശിച്ചതുപോലെ ചെയ്തു. അവളുടെ നിലവിളി കേട്ടുവന്ന അച്ഛനമ്മമാരും ബന്ധുക്കളും അയൽക്കാരുമെല്ലാം ഭർത്താവിനെ ശകാരിച്ചു. അവളുടെ അച്ഛൻ ആളയച്ചതനുസരിച്ച് നഗരത്തിലെ ന്യായാധിപൻ രക്ഷാഭടന്മാരോട് കൂടി വന്ന് ധർമ്മപാലനെ വിലങ്ങുവെച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുചെന്നു. രാജാവ് ചോദിച്ചതിനൊന്നും ധർമ്മപാലൻ ഉത്തരം പറഞ്ഞില്ല. മിണ്ടാതെ നിന്നതേയുള്ളൂ. ദാസി ഉപദേശിച്ചതുപോലെ മനോരഞ്ജിനി മൊഴി കൊടുത്തു. ധർമ്മപാലനെ തീ പൊള്ളിച്ചു കൊല്ലാനാണ് രാജാവ് വിധിച്ചത്. ആ സമയത്ത് രാത്രിയിലെ സംഭവങ്ങളെല്ലാം കണ്ടു നിന്നിരുന്ന കള്ളൻ മുമ്പോട്ട് വന്ന് നടന്നത് മുഴുവൻ വിസ്തരിച്ച് പറഞ്ഞു. കള്ളനാണെങ്കിലും അവൻ പറഞ്ഞത് സത്യമാണെന്നും വിശ്വസിക്കാവുന്നതാണെന്നും രാജാവിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം മനോരഞ്ജിനിയുടെ മുഖത്ത് കീൽ തേച്ച് തലമൊട്ടയടിച്ച് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തി നഗരം മുഴുവൻ കൊണ്ടു നടന്ന ശേഷം വിട്ടയക്കാൻ വിധിച്ചു. സ്ത്രീകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. ആൺതത്ത കഥ പറഞ്ഞു നിർത്തി. മഹാരാജാവേ, ആർക്കാണ് കൂടുതൽ പാപം? സ്ത്രീയെ ചതിച്ച പുരുഷനോ പുരുഷനെ ചതിച്ച സ്ത്രീക്കോ? വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു, സ്ത്രീക്ക് തന്നെയാണ് കൂടുതൽ പാപം. പുരുഷൻ എത്ര ചീത്തയായാലും നന്മയുടെ ചെറിയൊരംശമെങ്കിലും അവനുണ്ടാകും. എന്നാൽ സ്ത്രീ ചീത്തയായാൽ ധർമാധർമ്മ വിചാരമൊന്നും ഉണ്ടാവുകയുമില്ല. വേതാളം ഉടൻ രാജാവിൻ്റെ ചുമലിൽ നിന്നിറങ്ങി ഓടിപ്പോയി. മുമ്പത്തെ പോലെ മരത്തിന്മേൽ തൂങ്ങിക്കിടന്നു.